നമസ്കാരം. ഡൽഹിയിൽ പോയി സമരം എന്ന ഷോയ്ക്ക് വേണ്ടി ഇറങ്ങി CRPFുകാർ അടിച്ചു ഉറിയിലിട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ പരമദയനീയമാണെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാപ്രകൾക്ക് മുന്നിലൊക്കെ വന്നതിന് ശേഷം കിലുക്ക സിനിമയിലെ നിശ്ചൽ കുമാറിന്റെ അവസ്ഥയായെന്നാണ്. ഇങ്ങനെ തല്ലുകൊള്ളാനായിട്ടുള്ള കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം അടി കിട്ടാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇതിലൊരു കോമഡി മനസ്സിലായത്. അതായത് ഈ CRPFുകാർ വന്ന് എല്ലാവർക്കും ഓരോ അടി കൊടുത്ത് അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ അടിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിളി അച്ഛാ എന്നായിരുന്നു. അപ്പോൾ ഹിന്ദിയിൽ അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് അർത്ഥം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ചത് എന്റെ അച്ഛനെ ഈ അടിച്ചോണ്ട് നിന്ന CRPFുകാർ വിചാരിച്ച് എന്റെ അടി അവൻ ഒത്തില്ല, നല്ല പോലെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുന്നു എന്ന് തോന്നിയതായിട്ടുള്ള ചില കഥകൾ പറയാം. അവൻ ബാക്കിയുള്ളവരെയും കൂടി വിളിച്ചിട്ട് കയറി അങ്ങ് മേഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത്. കാര്യം ഓരോ അടിക്കും അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം സ്വന്തം പിതാവിനെ ഓർത്താണ് വിളിക്കുന്നതെന്നും, പക്ഷേ ഹിന്ദിക്കാരന്മാർക്ക് അറിഞ്ഞൂടല്ലോ ഇത് സ്വന്തം പിതാവിനെ വിളിക്കാനാണ്, അല്ലെങ്കിൽ പിതാശ്രീ എന്ന് വിളിച്ചിരുന്നെങ്കിൽ അവന്മാർക്ക് മനസ്സിലായത്. ഇത് അച്ഛ 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 ഇത് മാത്രം വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അടിച്ചങ്ങ് വിട്ടുകൊടുത്തു. അതിന്റെ പാടുകളാണ് ഈ കാണുന്നത്. എന്തായാലും അതിനുശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കിലുക്ക സിനിമയിലെ നിശ്ചലിന്റെ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അതായത് ഫുൾ ബാൻഡേഡ് ചുറ്റി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ വില്ലനായിട്ടുള്ള ഹിന്ദിക്കാരനെ കാണുമ്പോൾ തുമേര ദുഷ്മൻ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ശത്രുവാണ്, ആ ദുഷ്മൻ ദുഷ്മൻ. അപ്പോ കയ്യെ പിടിച്ച് വീണ്ടും ഉടച്ച് നടുവിന് 2 ചവിട്ടും കൊടുക്കുമ്പോഴത്തേക്കും ഈ മർദാനോട് പറഞ്ഞുകൊണ്ടാ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം. അതേ അവസ്ഥയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. അവിടെ കിടന്ന് നിലവിളിയായിരുന്നു. പ്രത്യേകിച്ച് ഷോഫിക്കയുടെ ധൈര്യത്തിലാണ് ചെന്ന് ഇറങ്ങിക്കൊടുത്തത്. ആടി തുടങ്ങിയത് ഷോഫിക്ക എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഗന്ധർവന്റെ അവസ്ഥയാണ്. നിന്നെടുത്ത് നിന്ന് പിന്നെ കാണാനില്ല. ഗന്ധർവനെ പിന്നെ ഇതുവരെ കണ്ടു കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. കാര്യം അടിയെന്ന് എഴുതി കാണിച്ച അപ്പോഴേ അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ മുങ്ങുന്ന ആളാണ് ഷോഫിക്ക എന്ന് ഇതുവരെ ഈ ശിഷ്യനായിട്ടുള്ള മാങ്കൂട്ടത്തിന് അറിഞ്ഞുകൂടായിരുന്നു. മാങ്കൂട്ടം കരുതിയിരുന്ന് നെഞ്ചും പിരിച്ച് എന്നെ ഇപ്പൊ വന്ന് എന്റെ ഷോഫിക്ക രക്ഷിക്കുമെന്ന്. ഷോഫിക്ക അടി തുടങ്ങുമെന്ന് കണ്ടപ്പോൾ തന്നെ എസ്കേപ്പ് അടിച്ച് പോയി. എവിടെയാണ് എത്തിയെന്ന് ഇപ്പൊ എവർക്കും അറിയില്ല. കാര്യം GPS എങ്ങാനും കണക്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഇതിനകത്ത് കണ്ടെത്തായിരുന്നു. അമ്മാതിരി ഓട്ടമാണ് ഡൽഹി കൂടെ ഓടിയത്. വഴി അറിയാതെ ഓടി എവിടെ എത്തിയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് MP ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാമോ? അവർക്ക് ഒട്ടും കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്തായാലും വലിയ ഗതികേടാണ്. അടുത്ത കാലത്തൊന്നും ഇപ്പൊ ഏറ്റിരിക്കുന്ന ആ പാച്ച് വർക്ക് മാറത്തില്ല. ഇത് എണ്ണത്തോണിയിലിട്ട് ഈ വരുന്ന കർക്കിടക മാസത്തിൽ നല്ല പോലെ ഉഴിച്ചിലും പിഴിച്ചിലും നടത്തിയാൽ മാത്രമേ ഇനി ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പൊ അടിച്ച് ഇങ്ങനെ ആക്കി വെച്ചൊക്കെയാണ്, 2 കൈയെല്ലാം അടിച്ച് തൂക്കിയെടുത്തിട്ടേക്ക്. അപ്പോ അടിച്ച് തൂക്കിയെടുത്ത് അവിടെ ഓടയിലങ്ങ് ഇട്ടിരുന്നു. പിന്നെ അവരെല്ലാം കൂടെ എടുത്തോണ്ട് വന്ന് കുളിപ്പിച്ചെടുത്താണ് കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വീഡിയോ എടുത്തൊക്കെ എല്ലാം കാണിച്ച് എന്നെ അടിച്ച് എന്റെ മാപ്രകളെ എന്നെ രക്ഷീരെന്നൊക്കെ രീതിയിൽ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? പിണറായിയുടെ പോലീസായിരുന്നെങ്കിൽ കുറച്ച് കഥ എഴുതായിരുന്നു, നമുക്ക് പൊട്ടിത്തെറിക്കായിരുന്നു. നാളെ മുതൽ ആരാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് അറിയുന്ന ഒരു 5-6 പഞ്ച് ഡയലോഗ് അടിക്കും. ഇതിപ്പോ അവന്മാർ തന്നിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ആ പല്ലും കൂടെ കാണൂല. അതുകൊണ്ട് CRPFുകാരുടെ ഈ അച്ഛ അച്ഛ എന്നുള്ള വിളിക്കപ്പുറം പിന്നെ കമാ ശിവ എന്നൊരു അക്ഷരം വിട്ടിട്ടില്ല. അവന്മാർ പോകുന്നവരെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പൊ അവന്മാർ ചവിട്ടിയെടുത്ത് ഓടയിലിട്ടിട്ട് അവന്മാർ പോവുകയും ചെയ്തു. എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി. കണ്ണിച്ചോരയില്ലാത്ത അടിയാണ് അടിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. കാര്യം ഈ ഹിന്ദിക്കാരന്മാർക്ക് നയവും മയവും ഇല്ലല്ലോ. അവരുടെ പോലീസുകാരടുത്ത് വന്നിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടിയൊക്കെ ഡയലോഗ് അടിച്ച് അവന്മാർ വിടും. അവന്മാർ മൂക്കാമണ്ടായിട്ട് കുത്തി കൊടുത്ത് നല്ല ചവിട്ടും തൊഴിയും കൊടുത്ത് ആവശ്യത്തിന് വയറ് നിറഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴാണ് നിർത്തിയത്. എന്തായാലും ആ കലാപരിപാടി കണ്ടു നിന്നവർ പറയാണ് പെറ്റ തള്ള സഹിക്കില്ല ആ അടി കണ്ട. ഒരുപക്ഷെ ആൾക്കാർ കൂടിയിരിക്കുമ്പോൾ ഏതോ ഒരു ഇഴജന്തുവിനെ വളച്ചിട്ട് അടിച്ചു കൊല്ലുന്ന രീതിയിലായിരുന്നു. ആ രീതിയിലുള്ള ഒരു അക്രമമാണ് CRPFുകാർ നടത്തിയത്. കാര്യം അമ്മാതിരി ഹുങ്കാണ് ആദ്യമൊക്കെ കാണിച്ചത്. പിന്നീട് ഈ പൃഷ്ഠം പൂരാടമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഹുങ്കെല്ലാം അടങ്ങി. പിന്നീട് ഇതെവരെല്ലാം പോയി കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയപ്പോഴാണ് പൊക്കിയെടുത്ത് നേരെ കുളിപ്പിച്ചെടുത്തിട്ട് മാധ്യമങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായത്. എന്തായാലും ഇത്രയും തല്ലുകൊണ്ടിട്ട് വീഡിയോ എടുത്ത് ഞങ്ങളുടെ മാപ്രകൾക്ക് കൊടുക്കാനുള്ള ആ എനർജി ഉണ്ടല്ലോ, അതാണ് മാങ്കൂട്ടം. എന്തായാലും മാങ്കൂട്ടം ഇനി അടുത്ത കാലത്ത് നിന്ന് ഡൽഹിയിൽ സമരം എന്ന് പറഞ്ഞാൽ ജമ്മത്ത് പോയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. കാര്യം ഇപ്പോഴാണ് യഥാർത്ഥ തല്ലിന്റെ സുഖം എന്താണെന്ന് മനസ്സിലായത്. ആ സുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എയറിലായിരുന്നു ഫുൾ കിട്ടിക്കൊണ്ടിരുന്നപ്പോ. അപ്പോ ഇവിടെ വന്നിട്ട് പോലീസുകാർ വെറുതെ ചില തട്ടുകളൊക്കെ തട്ടി വിടുമ്പോൾ ഇതാണ് അടിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ മറ്റേ റബ്ബർ ബാറ്റനാണ് അടിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. വിട്ടുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോ കുറച്ചു ദിവസം കസേരയിൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.